മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 9 and 10. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവരും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ എത്ര സമയം പ്രാർത്ഥിക്കണം? എപ്പോഴാണ് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്? ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയോ? ഒരാഴ്ചയോ ഒരു മാസമോ പ്രാർത്ഥിച്ചാൽ മതിയാകുമോ? നമ്മുടെ കർത്താവ് പറയുന്നത് മറുപടി കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം എന്നാണ്. മാതാപിതാക്കളോട് മക്കൾ നിർബന്ധിക്കുന്നത് പോലെ നാം നിർബന്ധമായും പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ ഒരു ഉപമയില് ഒരാളുടെ ഭവനത്തിൽ രാത്രി സമയം ചില വിരുന്നുകാർ വന്നു. അവർക്ക് കൊടുക്കുവാൻ ആ വീട്ടിൽ അപ്പമില്ലായിരുന്നു. അയൽവക്കക്കാരനോട് അപ്പം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അയാൾ അപേക്ഷ നിരസിച്ചു. എന്നാൽ ആവർത്തിച്ചു നിർബന്ധിച്ചപ്പോൾ വീട്ടുകാരൻ എഴുന്നേറ്റ് ആവശ്യമുള്ള അപ്പം കൊടുത്തു. ഈ ഉപമയോട് ചേർത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവ് പറഞ്ഞത്, നാം മടുക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കുകയില്ല. നാം നമ്മുടെ ആവലാതികൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആവർത്തിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി ലഭിക്കും. മോശ പ്രാർത്ഥിച്ചു, ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഏലിയ കർമ്മൽ പർവ്വതത്തിൽ വെച്ച് മഴയ്ക്കായി 7 പ്രാവശ്യം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ മഴ പെയ്തു. തീർച്ചയായിട്ടും ഹഡ്സൺ ടൈലർ കപ്പിത്താനോട് താനും 3 സഹപ്രവർത്തകരും ചെറിയ കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരൊരു ക്യാബിനിൽ കിടന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കടലിൽ കാറ്റടിക്കാൻ തുടങ്ങി. ഇത് കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ ആ 4 പേർ മാത്രം അത്ഭുതപ്പെട്ടില്ല. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കാറ്റടിപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഫലം ഉറപ്പാണ്. നമ്മൾ തളരാതെ പ്രാർത്ഥനയിൽ നിലനിൽക്കുക, അതാണ് ആവശ്യം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.